എല്ലാവർക്കും നമസ്കാരം. ഇതാണ് നമ്മുടെ ബോധി കോർണർ. ബോധി കോർണറിന് പുറകോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ കുഞ്ഞൊരു കുളം കാണാം. അവിടെ നിന്നാണ് പളവന്മാർ ഫുഡ് നമ്മുടെ ഗപ്പികളെ അടിച്ച് കൊണ്ട് സ്ഥലം വിടുന്നത്. ഇന്ന് മനോഹരമായ നമ്മുടെ ചെമ്പകം ആകാശം. ഈ ആകാശത്തോടെ ഫ്ലൈറ്റുകൾ ചീറിപ്പാഞ്ഞ് പോകുന്നത് കാണാം. ഇതാണ് ഫ്ലൈറ്റ് അല്ലാതെ പക്ഷിയായിരുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ചെറിയ 3 കുഞ്ഞു കുളങ്ങൾ. ഈ കുളങ്ങളാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുളവന്മാർക്ക് നമ്മൾ ഗപ്പികളെ വെച്ച് കൊടുക്കുന്ന സ്ഥലം. ഇനി പടർന്ന് കയറിയിരിക്കുന്ന മണി പ്ലാന്റ് കണ്ട ഒരു ഡ്രാക്കുള കോട്ടയുടെ ഫീലിംഗ് നമ്മുടെ വീടിന് വരും. മാത്രമല്ല നമ്മുടെ വൈൽഡ് ഫാമിംഗ് ആണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ചെടികൾ നടാൻ വേണ്ടിയിട്ട്. ഈ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ നെയ്ബറായിട്ടുള്ള മുനീർ സാറിൻ്റെ വീട്. മുനീർ സാറിൻ്റെ വീടാണ് ചെറുതായിട്ട് കണ്ടത്. ഈ ഓരോ ചെടികൾക്ക് ഓരോ സ്റ്റോറിയുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ പാത്രങ്ങൾ എപ്പോഴും പൊട്ടുന്നതുകൊണ്ട് പൊട്ടിയ പാത്രങ്ങളിലൊക്കെ നടുന്ന ചെടികളാണ്. സക്കുലൻസ് ആണ്. സക്കുലൻസിന് പ്രധാനമായിട്ടും തക്കുവാണെന്ന് നോക്കുന്നത്, അതുകൊണ്ട് തക്കുലൻസ് എന്ന് നമ്മൾ വിളിക്കും. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതിനകത്തും തക്കുലൻസ് നിറയെ കുത്തി നിറച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തക്കുലൻസ് താഴെ മഴ പെയ്യുമ്പോഴത്തേക്കും തക്കുലൻസിന് എടുത്ത് അകത്ത് വെക്കും. ഈ തൊപ്പി പോലിരിക്കുന്ന കല്ല് ശരിക്കും പറഞ്ഞ ചെടിയുടെ സ്റ്റാൻഡായിരുന്നു. അത് ഒടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു പച്ചൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ള സ്റ്റാൻഡായിരുന്നു അത്. ഇത് നമ്മുടെ പെബിൾ കോട്ടാണ്. പെബിൾ കോട്ടിൽ ഇപ്പോൾ പെബിളില്ല, ചെടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ പുറകോട്ട് വരികയാണെങ്കിൽ ഓരോ ചെടിക്കും ഓരോ ചെടിച്ചട്ടിക്കും ഓരോ സ്റ്റോറിയുണ്ട്. ഈ ചെടിച്ചട്ടി തക്കൂസ് വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ചെടിച്ചട്ടിയാണ്. ഇത് മൃദുല ബാലു പാലുകാച്ചിന് വാങ്ങിച്ച ചെടിച്ചട്ടിയാണ്. ഈ ചെടികളെല്ലാം നോക്കുന്നത് ഇങ്കൂസാണ്. ഇങ്കൂസ് ഒരു ചെടിയെപ്പോലും തൊടാൻ സമ്മതിക്കത്തില്ല. ഈ ചേമ്പ് പോലത്തെ ചെടി ഞങ്ങളുടെ ഒരു സാറിൻ്റെ ഒരു മരണത്തിന് പോയപ്പോഴത്തേക്കിന് അവിടുന്ന് അജയൻ ചേട്ടൻ എടുത്ത ചെടിയാണ്. അതെന്തോ വലിയ ഭയങ്കരമായ ചെടിയാണ്. ചെടിയുടെ സാങ്കേതിക വ്യവസായം നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മനോഹരമായ കിണറാണ്. ആ ഗ്രില്ല് പോലെ സ്ഥലത്തുകൊണ്ടാണ് കുളവൻ കയറി വരുന്നത് സ്ഥിരമായിട്ട്. ഈ ചെടിയുടെ കുളവൻ കയറി വരാറുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ മനോഹരമായ ഉൾവശം. ഇതായി ആ കസേരയിലാണ് നമ്മുടെ പപ്പ ഇരിക്കുന്നത്. നമ്മുടെ പിള്ളേർ മുള്ളിൽ ഷെഡ് പോലെ കിടന്ന് ഉറങ്ങുന്നു. നമ്മുടെ എല്ലാവരുടെ ബാഗ് അവിടെ വാരിക്കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോണ്ട് ഇഷ്ടം പോലെ മീനുകളുണ്ട്. കരയിലോട്ട് ലൈഫ് വെള്ളത്തിൽ നിന്ന് വന്നത് ഇവിടെ നിന്നാണെന്നാണ് വൈഫ് പറയുന്നത്. നമ്മൾ ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ ഈ മീനൊക്കെ കരയ്ക്ക് കയറി വരും. ആൾറെഡി അമ്മ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക. ഒരുപാട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. ഇതായിപ്പോൾ കാണത്തില്ലേ, ഫുഡെല്ലാം വാരി വലിച്ച് തിന്നുന്നു. കഴിഞ്ഞ ദിവസം വാരി വലിച്ച് നിർത്താൻ ചത്തുപോയതേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളെല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ്. ഡാഡി രാവിലത്തെ പച്ചക്കറി ഫുഡ് പ്ലേറ്റിന് വേണ്ടി പച്ചക്കറി ചെയ്യുന്നു. ഡയബറ്റീസ് ഉണ്ട്, ഫുഡ് പ്ലേറ്റാണ് കഴിക്കുന്നത്. ഏറ്റവും സിസ്റ്റമാറ്റിക്കായ മനുഷ്യനാണ് ഈ വീട്ടിൽ. നമ്മുടെ ബർത്ത്ഡേ വാളാണ്. എല്ലാവരുടെയും ബർത്ത്ഡേക്ക് നമ്മളോട് പടം വരച്ചപ്പോൾ ഇതൊരു ശല്യം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ബർത്ത്ഡേ മൂത്താളുടെയായിരുന്നു. മൂത്താളുടെ ബർത്ത്ഡേയുടെ പടങ്ങളാണ് കണ്ടത്. അപ്പം നമുക്ക് ചെറിയ ആളിനെ ഇവിടെ കാണുമ്പോൾ ചെറിയ ആൾ ഇവിടെ ഷെഡ് പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വളരെ വൃത്തിയുള്ള റൂമാണ്. കണ്ടില്ലേ, ഷെഡ് പോലെ കിടന്ന് ഉറങ്ങുമ്പോൾ മാത്രമേ പാവം. നമുക്ക് ബാക്കി സ്ഥലങ്ങളൊന്നും ഉണത്തിക്കഴിഞ്ഞാൽ എൻ്റെ പരിപാടി വെള്ളത്തിലാവും. ഫോണന്മാർ വാങ്ങിച്ചുകൊണ്ട് പോകും. അച്ഛനത് പച്ചക്കറി ഏരിയയാണ്. ഇനി അച്ഛൻ്റെ മുറി. അത് ഈ വീട്ടിലെ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അച്ഛൻ. മനോഹരമായ ബെഡ്, അതിമനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ടേബിളിൽ ടാബ് തന്നെ 2-3 ഉണ്ട്. ലാപ്ടോപ്പ് ഒരെണ്ണം, പിന്നെ അനിയൻ കൊടുത്ത മറ്റൊരു ടാബ്, പിന്നെ ഐസിയുലായിരുന്ന സമയത്ത് വാങ്ങിച്ച എന്താ പറയുന്നത് പ്രത്യേകതരം ബെഡ്, പിന്നെ കാർഡിയാക് ടേബിള്, ഹരിതസേനയ്ക്ക് കൊടുക്കാൻ കിട്ടി വെച്ചേക്കുന്ന ഗുളികയുടെ കവർ. ഇത്രത്തോളം ഓർഗനൈസ്ഡ് ആയ മനുഷ്യൻ ഈ വീട്ടിൽ വേറെ ഒരാളില്ല. അദ്ദേഹമാണ് ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ. നമുക്ക് ഇത് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയ പരിപാടിയാണ് നമ്മുടെ പേഷ്യോ. ഈ പേഷ്യോ എന്ന് പറഞ്ഞാൽ ഫുൾ ഹരിതാഭയും പച്ചപ്പയും നമുക്ക് കാണാൻ പറ്റും. മേളി വൈഫ് ചെടിക്ക് വെള്ളം വയ്ക്കുന്നുണ്ടതാണ് തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓമമരം, നമ്മുടെ മാവുമരം, ഓമമരം, തൂങ്ങിക്കിടക്കുന്ന ചെടികൾ, തെങ്ങുമരം, വാടിപ്പോയ തെങ്ങുമരം. പിന്നെ മേലോട് നോക്കുമ്പോൾ ഈ തൂങ്ങിക്കിടക്കുന്ന ചെടിയുടെ മേളിൽ ചെറിയ കിളിക്കൂട് കാണാം. ഒരു കുഞ്ഞ് റോബിൻ കൂട് വെച്ചിട്ട് പറന്നുപോയി. റോബിൻ ഫാമിലിയും പറന്നുപോയി. അവർ ഓമയ്ക്കൊക്കെ എത്തുന്ന ഹാപ്പി ആയിട്ടാണ് പോയത്. താങ്ക് യു പറഞ്ഞിട്ടാണ് പോയത്. ഈ പറയുന്നത് വീണ്ടും തിരിച്ച് വന്നിട്ട് കൂട് വെക്കുമെന്നാണ് പറയുന്നത്.